നമസ്കാരം. തിരുവനന്തപുരം ഏറെ നാളുകളായി കാത്തിരിക്കുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. തലസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിന് വേഗത പകരുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്ന വിവരമാണ് പുറത്തുവന്നിരിക്കുന്നത്. ദേശീയപാത 866 എന്ന പേരിലാണ് ഈ റോഡ് നിർമ്മിക്കുക. തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ നാവായിക്കുളത്ത് നിന്ന് തുടങ്ങി നഗരത്തെ വലം വെച്ചെത്തുന്ന 77 കിലോമീറ്റർ നീളമുള്ള റിംഗ് റോഡ് വിഴിഞ്ഞത്തു നിന്നും ദേശീയപാതയിലേക്ക് ചേരും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായുള്ള പദ്ധതി രേഖകൾ തയ്യാറാക്കിയത്. 2 ഘട്ടങ്ങളിലായാണ് റിംഗ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുക. ഒന്നാം ഘട്ടത്തിൽ നാവായിക്കുളം മുതൽ തേക്കട വരെയുള്ള ഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് തേക്കട മുതൽ വിഴിഞ്ഞം വരെയുള്ള ഭാഗം 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിലാകും പൂർത്തിയാക്കുക. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായി പൊളിച്ചു നീക്കേണ്ട കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും മൂല്യനിർണ്ണയം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. മൊത്തം 3215 നിർമ്മിതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 1300ഓളം കെട്ടിടങ്ങളാണ്. വീടുകൾക്കൊപ്പം മതിലുകൾ, കിണറുകൾ, മറ്റ് നിർമ്മാണങ്ങൾ എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി പൊളിച്ചു നീക്കപ്പെടേണ്ടതായുണ്ട്. പദ്ധതിയുടെ 1ാം ഘട്ടത്തിൽ നാവായിക്കുളം മുതൽ തേക്കട വരെയുള്ള ഭാഗത്തിന് 1478.31 കോടി രൂപയും തുടർന്ന് തേക്കട മുതൽ വിഴിഞ്ഞം വരെയുള്ള പാതയ്ക്ക് 1489.15 കോടി രൂപയുമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ സർവീസ് റോഡും സാധ്യമാക്കേണ്ടതായുണ്ട്. ആകെ 348.09 ഹെക്ടർ ഭൂമിയാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 314 ഹെക്ടർ ഏറ്റെടുക്കാനാണ് ദേശീയപാത അതോറിറ്റി ഇക്കഴിഞ്ഞ മാസം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം പദ്ധതിക്കായി ഭൂമി വിട്ടു നൽകിയവരുടെ പണം ഉടനെ നൽകും. അതോടൊപ്പം പാരിസ്ഥിതിക അനുമതിയും വേഗത്തിൽ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതോടെ ഈ പദ്ധതി പ്രായോഗിക നിർമ്മാണ തലത്തിലേക്ക് നീങ്ങും. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ 50% കിഫ്ബി മുഖേന സംസ്ഥാന സർക്കാരാകും നൽകുക. ഇത് 1000 കോടി രൂപയോളം വരും. ഇതിനു പുറമെ സർവീസ് റോഡിന്റെ നിർമ്മാണ ചെലവും പൂർണ്ണമായും വഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനൊപ്പം വിഴിഞ്ഞം പദ്ധതി കൂടി പൂർത്തീകരിക്കപ്പെടുന്നതോടെ ലോജിസ്റ്റിക്സ്, IT, എന്റർടൈൻമെന്റ് ഹബ്ബായി ഇവിടെ മാറും. ഔട്ടർ റിംഗ് റോഡിനൊപ്പം മറ്റനേകം വികസന പദ്ധതികളും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് തേക്കട മുതൽ മംഗലപുരം വരെ നിർമ്മിക്കപ്പെടുന്ന ബൈപ്പാസ്. ഔട്ടർ റിംഗ് റോഡിന് അരികത്തു നിന്നും NH കൂടി കടക്കാൻ കഴിയും വിധമുള്ള ഒരു വ്യവസായ ഇടനാഴിയാണ് ഇതിലൂടെ സർക്കാർ സാധ്യമാക്കുക. ഇതിനു പുറമെ മംഗലപുരത്തിന് വടക്കുഭാഗത്തായി 60 ഏക്കറിൽ ലോജിസ്റ്റിക്സ് ഹബ്ബും ആണ്ടൂർ കോണത്ത് 48 ഏക്കറിൽ എക്കണോമിക് സോണും പന്തലക്കോട് 80 ഏക്കറിൽ കൊമേഴ്ഷ്യൽ സോണും സജ്ജമാക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇതുകൂടാതെ വട്ടപ്പാറ, വേങ്കോട് നിന്നും പോത്തൻകോട് വഴി മംഗലപുരത്തേക്ക് ഒരു ബൈപ്പാസും നിർമ്മിക്കും. ഇവയ്ക്കെല്ലാം പുറമെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയുടെ ഭാഗമായി നെടുമങ്ങാട് മണ്ഡലത്തിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറും വരും. ഇതോടൊപ്പം നെടുമങ്ങാട്, പരിയാരം, തേക്കട, വെമ്പായം ജംഗ്ഷനുകളുടെ മുഖച്ഛായ തന്നെ മാറിമറിയും. മധുര, തിരുനെൽവേലി അന്തർ സംസ്ഥാന പാതകളുമായി ബന്ധിപ്പിച്ച് എക്കണോമിക് നോഡുകളും യാഥാർത്ഥ്യമാകും. റിംഗ് റോഡ് കടന്നുപോകുന്ന സ്ഥലങ്ങൾ IT സ്ഥാപനങ്ങളുടെയും വിദേശ വ്യവസായ സംരംഭങ്ങളുടെയും ഇടനാഴികളായി തീരും. തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരം വികസന മുന്നേറ്റങ്ങളുടെ താവളമായി തീരും. വാർത്തയുടെ നിറം തേടി തനിനിറം.